Okay, friends, our last day in Brunei, Dar es Salaam, the 6th day. Okay, bye-bye to Hyatt Hotel, and we are proceeding for the breakfast. Start of the day with a great breakfast. Okay, Etta? Breakfast ഒക്കെ കഴിഞ്ഞു. യെസ് ഷുവർ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ. അതെ, ഞങ്ങളിതാ ലിഫ്റ്റിൽ കയറുന്നു, റെസ്റ്റോറൻറ്റിനോട് ബൈ ബൈ പറയുന്നു. ഞങ്ങളുടെ ടൂർ ഗൈഡ് ഡയറക്ഷൻ തുടങ്ങി കഴിഞ്ഞു. എന്തൊക്കെയാ? ഫസ്റ്റ് റോയൽ ബ്രിഗാഡിയ, റോയൽ മ്യൂസിയം. അവിടെ ഒരു ടേക്ക് 1 hour. ഓക്കെ. അതിനുശേഷം നമ്മൾ ജിറാഫിൽ പോകുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു 12 hour. യാ, പിന്നെ കുറച്ച് റിലാക്സ്. പിന്നെ നമുക്ക് അധികം സമയം. ഓക്കെ ഓക്കെ, അതുപോലെ ആകാം അല്ലേ ഏട്ടാ? അവേഴ്സ് കൗണ്ട് ഡൗൺ ആയി ബ്രൂണയിൽ നിന്ന്. ഇതാ ഞങ്ങൾ കാറ് കടയിൽ കുറച്ച് ക്ലിപ്പൊക്കെ മേടിച്ചു. അതിന്റെ വർക്കിനായിട്ട് അവൻ അസൈൻ ചെയ്താണ്. ഇപ്പൊ ഞങ്ങൾ മ്യൂസിയത്തിലെത്തി. ഇവിടെ നമ്മൾ ലാസ്റ്റ് ടൈം വന്നൊന്ന് പോയതാ, പക്ഷേ ഫ്രൈഡേ ഹോളിഡേ ആയിരുന്നു. സോ ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്. സോ വി ആർ ഗോയിങ് ടു സ്റ്റെപ്പ് ഇൻ. ചെരുപ്പ് വയ്ക്കാനാണ് കാണിച്ചു തന്നേത്. ഇത് എന്താ, $5 ഇവിടുത്തെ എൻട്രി ഫീ ടിക്കറ്റ്. അപ്പൊ അത് എങ്ങനെയാ അവിടുത്തെ പോയിന്റിൽ ചൂണ്ടിക്കാണിക്കുമ്പോ നമ്മൾ സാധാരണ ആൾക്കാർ ഓട്ടോമാറ്റിക് വരും നേച്ചറാണ്. അതുകൊണ്ട് അപ്പൊ അതിന് പകരം ഇവിടെ ഉപയോഗിക്കുന്നത് ഈ വിരലാണ്, തള്ളവിരൽ ഉപയോഗിക്കുക. ദേഷ്യം വരുമ്പം ദേഷ്യം ഇവിടെ അങ്ങനെ അത് ഉപയോഗിക്കല്ലോ അവര്. പക്ഷേ അവരെന്ത് കാര്യം ചൂണ്ടിക്കാണെങ്കിൽ കറങ്ങി നമ്മുടെ ഇന്ത്യൻ ഹൈ കമ്മീഷണർ കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റും കണ്ടു കേട്ടോ. ഇതാ കണ്ടോ, ആരോഹണത്തിന് വഴിയെടുത്ത് നിന്നവർ, ആ പ്രൊസഷൻ്റെ ഭാഗം അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നവർ. ഇത് കണ്ടോ, ഇതൊക്കെ നമുക്ക് ഈ നേർക്കാഴ്ചയായിട്ട് ഈ മ്യൂസിയത്തിൽ വച്ചിരിക്കുകയാണ്. ഇറ്റ്സ് സോ പ്രഷ്യസ് ആൻഡ് വർതി ടു വിസിറ്റ് ദിസ് മ്യൂസിയം. എന്തോ അതെ, റേഡിയോ ടെലിവിഷൻ ബ്രൂണൈ RTV. എവിടെ ചിലപ്പോൾ ഇപ്പം നിന്ന് പോകും, അതാണ് പേടി. ഇത് ഇതാണ് ആ കംപ്ലീറ്റ് അന്നത്തെ പ്രൊസഷൻ്റെ ഒരു കംപ്ലീറ്റ് റെപ്ലിക്ക നമുക്ക് ഈ മ്യൂസിയത്തിൽ വെച്ചിരിക്കുക. ഓക്കെ,
ഇതിൻ്റെ കവാടം ഇതേപോലെ റിപ്ലിക്ക നമുക്ക് വേണ്ടി വെച്ചിരിക്കുവാണ്. ഇനി അകത്ത് കയറിയ വീഡിയോഗ്രാഫി ഈസ് നോട്ട് പെർമിറ്റഡ്. ഇതുവഴിയാണ് നമ്മൾ പോകേണ്ടത്. അകത്ത് വന്നിട്ടൊന്ന് പുറത്തോട്ട് എടുക്കുവാണ് കേട്ടോ. ഇനി അകത്ത് കയറിയാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. ആ പോണ വഴി ഒന്നെടുത്തേക്കട്ടെ. മുകളിൽ കണ്ടല്ലോ, വേണ്ട അവരങ്ങനെ പോകണം. പ്ലാസ്റ്റിക്കാണ്, എന്നാലും ഇത് ഫ്രഷായി ഇരിക്കുന്നതാണല്ലോ ആ ഒറിജിനൽ പാലസിൽ. നമുക്കത് കാണാമല്ലോ. അതെ, ഇവിടെ നമുക്ക് വീഡിയോ പെർമിസിബിൾ ആണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ അങ്ങോട്ട് പോയി, ഇങ്ങനെ അങ്ങോട്ട് പോയി, ഇതാ കൊടയും ഇതാ ഉണ്ടോ. നമുക്ക് കാണാം. ഇവിടെ നമുക്ക് എല്ലാവർക്കും വീഡിയോ എടുക്കാൻ പെർമിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഏതായിരുന്നു കൗണ്ടർ. ഫ്ലോറും ഒക്കെ ആണെങ്കിലും എന്ത് രസമാണ്, കാർപ്പറ്റൊക്കെ ഇട്ട് മെയിൻറ്റെയിൻ ചെയ്ത്. ഇതാണ് എക്സിറ്റ്, ഇതിലെ കൂടിയാണ് കേട്ടോ. ശരിക്കും സൂപ്പറായിട്ടുണ്ടല്ലേ. സ്റ്റാഫാണ്. ഞങ്ങളങ്ങ് ഇറങ്ങാൻ പോവാണ്. അങ്ങനെ ഈ റോയൽ മ്യൂസിയം ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇറ്റ്സ് വർത്തി. ഇപ്പം ഞങ്ങൾ ഫ്രൈഡ് റൈസ് പറയുവാണ് മ്യൂസിയത്തിനാണ്. ബൈ ബൈ. സോ വർത്ത് സീയിങ്, നോ ഡൗട്ട് കേട്ടോ. പോകുന്നത് എംപയർ ഹോട്ടലിലേക്കാണ്. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി അവർ ആ റൂട്ടിലായി ചിലപ്പോൾ ചീപ്പായിട്ട് ഉണ്ടാവുക. അല്ല, അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു, പിന്നെ അത് മാറ്റി. അങ്ങനെ നമ്മളിത് ആ ഹോട്ടലിലേക്ക് കിടക്കാൻ പോകണേ. എംപയർ ഹോട്ടൽ അങ്ങനെ നമ്മൾ എംപയർ ബ്രൂണായി. ഞങ്ങളുടെ ഈ വിസിറ്റില് ലാസ്റ്റ് സ്പോട്ട് ഓഫ് ടൂറിസ്റ്റ് ഇൻട്രസ്റ്റ് ആണ്. നിറച്ച് ബിൽഡിങ്. അപ്പൊ ഇവിടെ നമുക്ക് താമസിക്കാനും സൗകര്യമുണ്ട്. താമസിക്കാം, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. വില്ലയും റൂംസും ഒക്കെ ഉണ്ട്. ഒരു മുറിക്ക് തന്നെ 300 പ്ലസ് 300 പുറത്ത് പോകും. നമ്മൾ കയറാൻ പോവുക. ഒരു തുറന്നു തരുവാണ് കേട്ടോ. ഒരു സന്തോഷം. എത്ര ആതിഥ്യ മര്യാദയാന്ന് നോക്കി. ഹലോ, ഇതൊക്കെ കാണാണ്ട് പോണത് എങ്ങനെയാ ബ്രൂണൈയിൽ വന്നിട്ട്.
ബ്രൂണൈയിൽ വന്നിട്ട് ഇതൊന്നും കാണാതെ പോവാതും പറ്റില്ല. ലെറ്റ്സ് സീ. ടോപ്പൊക്കെ കിടക്കുന്നുണ്ട്. അതെ, അങ്ങ് താഴോട്ട് നോക്കി കിടക്കുന്നു. അത് കടലാണേ. താഴേക്ക് പോവാ. നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് വരും. ഇനിയും നമ്മൾ ഒരു ഫ്ലോറ് വീണ്ടും താഴേക്ക് പോകാൻ പോവുക. അങ്ങോട്ട് നോക്കി. Already, we did last week. ഇനിയും നമ്മൾ താഴേക്ക് പോകും. അല്ല, നമ്മൾ ഇനിയും താഴേക്ക് പോകും. നമുക്ക് പുറത്ത് പോയി കാണാം. താഴെ വെളിയിലാണ്. ഗ്ലാസ് ഇട്ടിരിക്കുക നമ്മൾ റിഫ്ലക്ഷൻ ആക്കാൻ ഫോട്ടോ എടുക്കണം. നാല് സൈഡിലും എല്ലാ സൈഡിലും വഴിയ. അതെ അതെ അതെ. ബ്രൂണൈയുടെ ഒരു സിഗ്നേച്ചർ അല്ലേ? യെസ്. നിങ്ങളും പോയോ? ഞാൻ ചേട്ടന്റെ ഒച്ച കേട്ടു. ഉണ്ടായിരുന്നു, അടുത്ത റൂമിലുണ്ടായിരുന്നു അല്ലേ? ആ ബാത്റൂമിൽ വർത്താനം പറഞ്ഞ പോലെ. അതാരോട് പറയാനാ? ഒരാൾ വന്ന് കയറിയുണ്ടല്ലോ അവിടെ. ഇതാണ് ബീച്ച്. എംപയർ ഹോട്ടലിന്റെ തൊട്ട് മുന്നിൽ. എംപയർ ബീച്ച് എന്നാ പറയാ? ഇത് അങ്ങനെ തന്നെ പറയാം. എംപയർ ബീച്ചാണ്. അപ്പൊ ദാറ്റ് ഈസ്, അതും ബീച്ച് സീ ആണോ? ദാറ്റ്സ് ഓൾസോ സീ. അവിടെ നമ്മൾ വന്നത് അവിടെ നിന്ന് കണ്ട, ശാന്തമായി കിടക്കുന്ന സമുദ്രം. ഇത് കണ്ട. ഇങ്ങനെ വേണമെന്നാ ഏട്ടൻ പറയുന്നത്. ലാസി കട്ടക് മാമ ഉണ്ടോ? ശരി മാമ. ഇത് ഇവിടുത്തെ എന്താ പറയുക, ഈ നാടിൻ്റെ ഡിഷാണ്. ഈ നാടിൻ്റെ ഒരു വലിയ ഫെയിമാണ് അല്ലേ രാജി? പോപ്പുലർ cheap but popular. Yeah, and nutritious and delicious. Yeah. Most all the people like it very much. Okay. കേട്ടോ പേപ്പർ ഇപ്പം കുമ്പിള് കുത്തിയിട്ട് കൊണ്ടുവരും കേട്ടോ. എന്നിട്ട് അതിൽ ചോറ് എടുക്കുവാണേ. അതിനൊരളവുണ്ട്. അത്രയും ചോറ്. ഇതെന്തോ ചട്നി വെക്കുവാണേ. അത് കഴിഞ്ഞിട്ട് ചോറ് ചട്നിയുമായി കഴിഞ്ഞു. ഇനി അതിന് നമ്മൾ പറയുന്നതല്ല അവരെടുത്ത് തരുക. എന്നിട്ട് കുറച്ച് ചാറ് ഒഴിച്ചിട്ട് ഇപ്പോൾ അവർ പൊതിയും. കാശ് തരുവാണേ. വെൽക്കം മാമ. ഞങ്ങൾ ഓപ്പൺ ചെയ്തു. ഇറ്റ്സ് ലഞ്ച് ടൈം. വി ആർ അറ്റ് രാജീവ്സ് ഹോം. രാജീവ്. ഓക്കെ. ഞങ്ങൾ കഴിച്ചട്ടെ കേട്ടോ. Hello. എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. Hi. Thank you so much for coming. Thank you so much. Uncle, auntie, thank you so much. And Rajiv, thanks for all the arrangements. ഒരാഴ്ചത്തെ അടിപൊളി ലൈഫ്. എന്താ പറയാ, ലൈഫ് ലോങ് ഫ്രണ്ട്സ്. Right. Exactly. Right. Okay. Okay, thank you. All the best. Happy journey and all right. നമ്മൾ എയർപോർട്ടിലേക്ക് പോകണം കേട്ടോ. ഇതാ രാജീവിൻ്റെ കാർഡ്. സാരഥിയുടെ. ഞങ്ങൾ എത്തി കേട്ടോ എയർപോർട്ടിൽ. അത്ര അടുത്താണ്. വിത്തിൻ 5 minutes ആണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 1.5 കിലോമീറ്റർ ഉള്ളൂ. യാ രാജീവ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഡിപ്പാർച്ചറിലേക്ക് കയറുന്നു കേട്ടോ. രാജ്പിള്ള ഇതാ പോയി കഴിഞ്ഞു. യെസ് യു ആർ കമ്മിങ്. മീ ടു കമ്മിങ്. ഫൈനൽ വീഡിയോ. ഞങ്ങളെല്ലാം റെഡിയായി. നോക്കൂ, ഷാജീവ്, പ്രജോബ്, പ്രീതയും
ഹായ് സൂം ചെയ്യും. അപ്പം താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Happy and safe and healthy. താങ്ക് യു. അപ്പം ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി കേട്ടോ. ബൈ ബൈ ബ്രൂണൈ ബന്ദർ സേരി ഭഗവാൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പം ഞങ്ങളുടെ ബോർഡിംഗ് ആയിരിക്കുന്നു. ഇനി കുലാലംപൂർ ചെന്നിട്ട് ബാക്കി. അങ്ങനെ കുലാലംപൂർ വന്നു തുടങ്ങി. ഞങ്ങൾ വന്നൊക്കെ അങ്ങനെ ഞങ്ങൾ കുലാലംപൂരിൽ നിന്ന് കൊച്ചി ഫ്ലൈറ്റിലേക്ക് കയറി. നമ്മളുടെ ബ്രൂണൈയിൽ ഇങ്ങനെ ചൂണ്ടാൻ പാടില്ല കേട്ടോ, ഇങ്ങനെ പറയാവുള്ളൂ. അപ്പം ഞങ്ങൾ കൊച്ചി ഫ്ലൈറ്റിൽ കയറി. രാജ്പിള്ളയ്ക്ക് ഉറക്കം വരുവാണ്. നോക്കിയാട്ടെ, നമ്മുടെ നാട്ടിലൊരു കൂട്ടുകാരി കുട്ടിയെ കിട്ടി കേട്ടോ, ജോളി ജോൺസൺ. ബ്രൂണൈയിൽ നിന്ന് വന്നിരിക്കുക കേട്ടോ. ജോളി ഹായ് പറ. ഞങ്ങൾ ലാൻഡ് ചെയ്തു. ബാക്ക് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പുറത്ത് നടക്കുന്നു.